KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കും. വിവാദത്തിൻ്റെ ആളായിരുന്നല്ലോ അദ്ദേഹത്തെ. ശബരിമലയിലെ ഒരു ഔദ്യോഗിക സ്ഥാനം നൽകിയത് LDFന്റെ 2019 ഉത്തരവ് പ്രകാരമാണ്. അത് വ്യക്തമാണ്. അല്ല, ഇങ്ങനെ ഒരാളെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് എങ്ങനെയാണ് ബന്ധമെന്നുള്ള ചോദ്യം അതെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. അതല്ലേ ഈ കളവിന് അവസരം ഒരുക്കിയത് അങ്ങനെയാണല്ലോ. അല്ല, ഈ ബന്ധം എന്തായാലും ചർച്ചയാവേണ്ട പ്രശ്നമുണ്ട്. അത് നമ്മളിപ്പോ ഓരോരുത്തരെയും നമ്മൾക്ക് പരിചയപ്പെടുന്നത് അവരുടെ മുഴുവൻ ആന്റിസിഡൻസും പരിശോധിച്ചിട്ടല്ല. ചിലപ്പം ചില ആളുകൾ പരിചയപ്പെടും, എല്ലാവരെയും പരിചയപ്പെടും. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും പലരെയും പരിചയപ്പെടും. അവരുമായിട്ട് നേതാക്കളാണ്. സോണിയാഗാന്ധിക്കൊക്കെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടാൻ വലിയ പണിയുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കൊടുത്ത് കൊണ്ടുപോകാന്നുള്ളത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ തോളത്ത് കയറ്റി നിൽക്കുന്ന ഫോട്ടോയും വന്നല്ലോ. ആരുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ കൊള്ള നടന്നതെന്ന് ഹൈക്കോടതി നിയോഗിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിലെ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ മടന്നിന്റെ ഞങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. മറ്റൊരു കൊച്ചിയിലെ മേയറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ എന്താണ് ഒരു പരിഹാരം ഉണ്ടാവും? കോൺഗ്രസിന്റെ 4 സ്ഥലങ്ങളിലാണ് മേയർമാരുള്ളത് ഉണ്ടാകുന്നത്. അതില് കൊല്ലത്ത് മാത്രമാണ് മേയറെ മുൻകൂട്ടി നിശ്ചയിച്ചത്. ഹഫീസിന്റെ പേര് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഹഫീസ് മേയറാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊല്ലത്ത് ഇലക്ഷൻ മത്സരിച്ചത്. തിരുവനന്തപുരത്ത് ശബരിനാഥിന്റെ പേരും പ്രഖ്യാപിച്ചിരുന്നു. ശബരിക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടിയില്ല. ബാക്കി 3 സ്ഥലങ്ങളിൽ മേയർമാരെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് നേതൃത്വം ആലോചിച്ച് തീരുമാനിച്ചു. എല്ലാ സ്ഥലത്തും ഒന്നിലേറെ പേരുകൾ വന്നിട്ടുണ്ട്. കൊച്ചിയിലും ഒന്നിലേറെ പേരുകളുണ്ടായിരുന്നു. ഒരു പേരിലേക്ക് അവസാനം എത്തി. ആ പേര് എല്ലാവരും അംഗീകരിക്കുന്നു. അദ്ദേഹം ദീപ്തി മേരി നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഇല്ല, വീഴ്ചയൊന്നും പറയാനായിട്ടില്ല. വീഴ്ചയൊന്നും അവര് പറയുന്നത് KPCC ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ അതിൻ്റെ അകത്ത് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് എന്താ പറയുക, അങ്ങനെ ഒരു അതിന് ചില മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭാരവാഹികൾക്ക് പരിഗണന നൽകണം, അതുപോലെ തന്നെ അംഗങ്ങളുടെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകണം. ഇതെല്ലാം കൂടി പരിശോധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദീപ്തി എനിക്കൊരു ദീപ്തിയുടെ ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കും. അതൊക്കെ പരിശോധിക്കാം. പരിശോധിക്കുന്നതിന് എന്താ കുഴപ്പമെന്താ? കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. അതാ ഞാൻ പറഞ്ഞേ, 5 സ്ഥലങ്ങളിലെ മേയർ സ്ഥാനങ്ങളിൽ അതിൽ ഒരു സ്ഥലത്ത് മാത്രമേ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ ആളുകളെ അവിടുന്ന് അതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യാണ്. ഇപ്പോഴാണ് തൃശ്ശൂരിലുള്ളത് ഡോക്ടർ നിജി ജസ്റ്റിൻ ഇന്നാണ് തീരുമാനിച്ചത്. എനിക്കറിയില്ല, കോൺഗ്രസിൽ ഒറ്റപ്പേരല്ലല്ലോ. കണ്ണൂരിൽ വേറെ പേരില്ലായിരുന്നു. ഒറ്റപ്പേരിലേക്ക് എത്തുകയല്ലേ. അല്ലല്ല, ഒരു സ്ഥലത്ത് ഒറ്റപ്പേരല്ല, ഒന്നിലേറെ പേരുകൾ കോൺഗ്രസ് പരിഗണിക്കും. ശരി, അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അതൊന്നും സ്റ്റേറ്റ് തലത്തിലല്ല അതൊന്നും ചർച്ച നടക്കുന്നത്, ജില്ലാ തലത്തിലാണ്. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കെതിരെയും പ്രാർത്ഥനാ സമൂഹത്തിനെതിരെയും നടന്ന പല അക്രമങ്ങളും ഏറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. രാജ്യത്തിൻ്റെ മതേതരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അത്തരം നടപടികൾക്ക് വലിയ പ്രതിഷേധമാണ് ഇടയാക്കിയിട്ടുള്ളത്. ആ പ്രതിഷേധത്തിൽ ഞാനും പങ്കുചേരുകയാണ്. രാജ്യം ഭരിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങളിൽ ഉത്തരം പറയണം. പള്ളിയുടെ മുമ്പിൽ പോലും ഇന്നലെ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ മതേതര രാഷ്ട്രത്തിന് യോജിച്ചതല്ല. അതുപോലെ പ്രസിഡന്റ്, ഈ ലോക് ഭവനിൽ ഇന്നലെ എല്ലാ ജീവനക്കാർക്കും അവധി കൊടുത്തില്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ മറ്റു ചില BJP സ്റ്റേറ്റുകളിലൊക്കെ അവധി ഒഴിവാക്കുക, അത്തരത്തിലുള്ള പ്രവണതകളെ അതൊരിക്കലും ഒരു മതേതരത്വത്തിന് യോജിച്ചതല്ല. ക്രിസ്മസ് എന്ന ലോകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും അവധി കൊടുക്കുന്നില്ല എന്ന് വരുന്നത് ഒരു ഏകപക്ഷീയമായ തീരുമാനമാണ്. ഒരു ആശ്വാസമായ നടപടിയല്ല. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ഉയർത്തിയാണ് കുറെ ചിത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. എല്ലാ ചിത്രങ്ങളും പരിശോധിക്കുന്നതിന് എന്താ കുഴപ്പം? SIT അല്ലേ പരിശോധിക്കുന്നേ.
ജയിലിൽ കിടക്കുന്ന ആളുകൾ ആരാ? അവരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയല്ലേ. ഞാൻ വായിച്ച പത്രത്തിൽ മുഖ്യമന്ത്രി അതും തെരഞ്ഞെടുപ്പിലെ ഘടകമായിട്ടുണ്ടാകാമെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അതും ചിലയിടങ്ങളിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തത്തിലെ തെരഞ്ഞെടുപ്പ്, കേരള സംസ്ഥാനത്തെ മൊത്തത്തിലെ തെരഞ്ഞെടുപ്പ്, എല്ലാ ഘടകങ്ങളിലും കോർപ്പറേഷൻ 5-1 നേരെ മറിച്ചായി.